നമസ്കാരം. ആഗ്രഹങ്ങൾ ഏവർക്കും ഉണ്ടാകുന്നതാണ്. എന്നാൽ ആ ആഗ്രഹങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ നടക്കാത്തതായ സാഹചര്യം പലർക്കുമുണ്ട്. എന്ത് തന്നെ പ്രവർത്തിച്ചിട്ടും ആ ആഗ്രഹങ്ങൾ നടക്കാത്തതായ സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ വിഷമകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ തന്നെ നടക്കുവാൻ സമയമായതിനാലാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. ഞാനിവിടെ ചില കാര്യങ്ങൾ പരാമർശിക്കാം. ഈ കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത 10 മടങ്ങായാണ് വർദ്ധിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപായാണ് ഈ കാര്യം പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യേണ്ടത്. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം നമ ശിവായ എന്നോ ഓം നമോ നാരായണായ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായും വേണ്ടതായ കാര്യം ശരീരശുദ്ധിയും മനഃശുദ്ധിയും തന്നെയാണ്. പുലവാലായ്മ ഉള്ള സമയത്തും ആർത്തവമുള്ള സമയത്തും ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മറ്റ് സമയങ്ങളിൽ ഈ കാര്യം ചെയ്യാവുന്നതുമാണ്. ഈ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഇപ്രകാരമാകുന്നു. ഉറങ്ങുന്നതിന് മുൻപ് കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷമാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. ഇവിടെ 2 മന്ത്രങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. 2 മന്ത്രങ്ങൾക്കും അത്രമേൽ പ്രാധാന്യവുമുണ്ട്. ഈ 2 മന്ത്രങ്ങളിൽ ആദ്യത്തേതായ മന്ത്രം സാക്ഷാൽ പരമശിവന്റെ മന്ത്രമാണ്. രണ്ടാമത്തേതായ മന്ത്രം വരാഹി മന്ത്രമാണ്. ഈ 2 മന്ത്രങ്ങൾ നിങ്ങൾ ഈ സമയം ജപിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഈ 2 മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഫലസിദ്ധി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക. എന്നാൽ ആ ആഗ്രഹങ്ങൾക്ക് ചില പ്രാധാന്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഉപദ്രവം ആകാവുന്നതായ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ഉയർച്ച നൽകുന്ന അല്ലെങ്കിൽ ശരിയായ ഫലം നൽകുന്ന മറ്റാർക്കും ഉപദ്രവമില്ലാത്തതായ കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. ഇപ്രകാരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും പെട്ടെന്ന് നടക്കും എന്ന് തന്നെ പരാമർശിക്കാം. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് ശിവ മന്ത്രത്തെ കുറിച്ചാണ്. ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്തും എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം, അതായത് ശരിയായ ഭക്തിയോടെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരികയും സാക്ഷാൽ പരമശിവനെ നിങ്ങൾക്ക് ഈ മന്ത്രജപത്തോടെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് മുൻപ് പരാമർശിച്ചതുപോലെ കൈയും കാലും മുഖവും കഴുകി വന്നതിന് ശേഷം നിങ്ങൾക്ക് മനസമാധാനം ലഭിക്കാവുന്ന മറ്റു വ്യക്തികളുടെ ഇടപെടൽ ഇല്ലാത്തതായ, അതായത് മറ്റു വ്യക്തികളുടെ ഇടപെടൽ സംഭവിക്കാത്തതായ ഒരിടത്ത് ശാന്തമായി ഇരുന്നു കൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കുവാൻ. ഒരിക്കലും ഈ മന്ത്രം വളരെ ശബ്ദത്തിൽ ജപിക്കരുത്. നിങ്ങൾക്ക് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ മാത്രമേ ജപിക്കുവാൻ പാടൂ. ഒരിക്കലും മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റൊരംഗമാണ് എങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കുന്നത് കേൾക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ തീർച്ചയായും ഈ മന്ത്രജപം ഞാൻ പരാമർശിച്ച രീതിയിൽ തന്നെ നിങ്ങൾ ജപിക്കണം. മന്ത്രം ഇപ്രകാരമാകുന്നു. ഓം നമോ ഭഗവതേ രുദ്രായ, ഓം നമോ ഭഗവതേ രുദ്രായ, ഓം നമോ ഭഗവതേ രുദ്രായ. ഈ മന്ത്രം ഇപ്രകാരം നിങ്ങൾക്ക് 108 ജപിക്കാവുന്നതാണ്. ശേഷം നിങ്ങൾ ജപിക്കേണ്ടതായ മന്ത്രം, ഈ മന്ത്രജപം 108 പൂർത്തിയാക്കിയതിനു ശേഷം കണ്ണുകൾ തുറന്ന് ഭഗവാനോട് നിങ്ങൾ ഈ ആഗ്രഹങ്ങൾ നടത്തി തരണം എന്നും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകണം എന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനവും അപകടങ്ങളിൽ നിന്നും മോചനവും
സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിക്കണം എന്ന് ഈ സമയം ഭഗവാനോട് മനസ്സിൽ പ്രാർത്ഥിക്കുക. അതിനുശേഷം ജപിക്കേണ്ടതായ മന്ത്രം സാക്ഷാൽ വരാഹി മന്ത്രമാണ്. വരാഹി മന്ത്രം രാത്രി ജപിക്കുന്നതിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു സമയമാണ് രാത്രി 8 മണിക്ക് ശേഷമുള്ള സമയം. ഈ സമയം വരാഹി ദേവിയുടെ സാന്നിധ്യം കൂടുതലായും അനുഭവവേദ്യമാകുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സമയമാകുന്നു. അതിനാൽ ഈ സമയം വരാഹി മന്ത്രം ജപിക്കുന്നവർക്ക് പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കും എന്നാണ് പറയുക. അതിനാൽ ഈ സമയം അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം നടക്കണം എന്ന് അമ്മയോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ മന്ത്രം ജപിക്കേണ്ടത്. വരാഹി ദേവിയുടെ വിശേഷപ്പെട്ടതായ മന്ത്രവും വളരെ ശക്തിയാർന്ന മന്ത്രവും എന്ന പ്രത്യേകതയും ഈ മന്ത്രത്തിനുണ്ട്. അതിനാൽ ഈ മന്ത്രജപം നിങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും അമ്മയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച കാര്യം നടക്കും എന്നുള്ളതാണ്. ഈ മന്ത്രജപത്തിന് ശേഷം നിങ്ങൾ കിടന്ന് ഉറങ്ങേണ്ടതുമാണ്. ആ സമയമാകുമ്പോഴാണ് നിങ്ങൾ ഈ മന്ത്രം ജപിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക. അതായത് ഉറങ്ങുന്നതിന് തൊട്ടു മുൻപായിരിക്കണം ഈ 2 മന്ത്രങ്ങളും നിങ്ങൾ ജപിക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം ഓർക്കുക. മനസ്സറിഞ്ഞ് നിങ്ങൾ വിളിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന സത്യമുള്ളതാണ് എങ്കിൽ, ആ ആഗ്രഹം സത്യസന്ധമാണ് എങ്കിൽ അമ്മ അത് കേൾക്കുക തന്നെ ചെയ്യും. ആ ആഗ്രഹം നിങ്ങൾക്ക് നടത്തി തരിക തന്നെ ചെയ്യും. അത് പലരുടെയും അനുഭവം തന്നെയാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു യോഗം ഉള്ളതിനാലും ആ ആഗ്രഹം അല്ലെങ്കിൽ ആ ആഗ്രഹ സഫലീകരണം നിങ്ങളിലേക്ക് എത്താൻ സമയമായതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി മന്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരി വരാഹി നമ. ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരി വരാഹി നമ. ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരി വരാഹി നമ. അമ്മയുടെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രങ്ങളിൽ ഒരു മന്ത്രം തന്നെയാണ് ഇത്. ഈ മന്ത്രം നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ജപിക്കണം. ജപിക്കുമ്പോൾ മുൻപ് പരാമർശിച്ചതുപോലെ വളരെ ഉറക്കെ ജപിക്കുവാൻ പാടുള്ളതല്ല. വീട്ടിലെ അംഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിലാണ് എങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് താമസം എങ്കിലും ഒരിക്കലും ആരും കേൾക്കാത്ത വിധം സ്വയം കേൾക്കാവുന്ന ആ ശബ്ദത്തിലായിരിക്കണം നിങ്ങൾ ജപിക്കേണ്ടത്. 108 തന്നെ നിങ്ങൾ ജപിക്കുക. ജപിക്കാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. സാധിക്കാത്തവർ 21 തവണയെങ്കിലും ജപിക്കുക. ഈ മന്ത്രജപം പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അമ്മയോട് ആ ആഗ്രഹങ്ങൾ നടത്തി തരണം എന്നും ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾക്ക് അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകണം എന്നും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് നൽകി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം അമ്മേ എന്ന് പ്രാർത്ഥിക്കുക. ശേഷമാണ് നിങ്ങൾ അവിടെ നിന്നും എണീക്കേണ്ടത്. നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരിക്കലും തറയിൽ ഇരിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കണം. ഒരു തുണി വിരിച്ച്, ശുദ്ധിയുള്ള ഒരു തുണി വിരിച്ച് അതിന് മുകളിലായി നിങ്ങൾക്കിരിക്കാം. ശേഷം നിങ്ങൾക്ക് എണീറ്റ് ആ തുണി ശുദ്ധിയോടെ തന്നെ വൃത്തിയായി മടക്കി വെക്കണം. അലക്ഷ്യമായി ഇടാൻ പാടുള്ളതല്ല. അടുത്ത ദിവസവും ആ തുണി ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ജപം നടത്താവുന്നതാണ്. ഇപ്രകാരം നിങ്ങൾ തുടർച്ചയായി നിത്യവും ജപിക്കുക. നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് ആഗ്രഹ പൂർത്തീകരണത്തിന് ചില വ്യക്തികൾക്ക് പെട്ടെന്ന് നടക്കുമ്പോൾ നിങ്ങൾക്ക് കർമ്മഫലം അനുകൂലമല്ല എങ്കിൽ അല്പം കാലതാമസം നേരിട്ടു എന്ന് വരാം. എന്നാൽ ഒരിക്കലും നിങ്ങൾ അതിൽ വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ ആഗ്രഹത്തിന് വേണ്ടി മന്ത്രം ജപിക്കുക. അതോടൊപ്പം ആ ആഗ്രഹം നടക്കുവാൻ അതിനായി കഠിനാധ്വാനം കൂടി ചെയ്യുകയാണ് എങ്കിൽ, അഥവാ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാൻ ഈ ദേവതകളുടെ അനുഗ്രഹവും
അതേപോലെ തന്നെ ഈ ആഗ്രഹം നടക്കുവാനുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനും ഈ ശക്തികളുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യുക. ഈ മന്ത്രജപത്തിന് ശേഷം തീർച്ചയായും ഏവരും ഉറങ്ങേണ്ടതാണ്. മറ്റ് കാര്യങ്ങൾക്കായി പോകുവാൻ പാടുള്ളതല്ല. എല്ലാ ജോലികളും തീർത്തതിന് ശേഷമായിരിക്കണം ഈ മന്ത്രം ജപിക്കേണ്ടത് എന്ന കാര്യവും ഓർക്കുക.